അങ്ങനെ വെച്ചിപ്പോൾ എന്നാ പറയണ്ടേ, എനിക്ക് ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്കട്ടൊന്നും കയറാൻ ആരും വരത്തില്ല. ഇവിടുത്തെ യൂണിയനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കര ലീഗൽ സപ്പോർട്ടും പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് നേരത്തെ പോവുക. ഇപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അടുത്തവന് ഹാൻഡ് ഓവർ കൊടുക്കുക. അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. നാട്ടിലങ്ങനെയല്ല. നാട്ടിൽ ഹാൻഡ് ഓവർ കൊടുക്കണേ ആദ്യം ഹാൻഡ് ഓവർ നടക്കത്തില്ല. അതിന് മുന്നേ ഇൻവെർട്ടർ ചെക്കിങ് കഴിഞ്ഞിട്ട് അവർ ചില നേഴ്സുമാരുണ്ട് പയ്യെ താമസിച്ച് അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവർ. അത് ആദ്യം പോലും ആദ്യത്തെ പേജ് പോലും തുറക്കും. അതിനകത്ത് അതെന്നാ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങും. നമ്മളെ എത്രയും മാക്സിമം താമസിപ്പിച്ചിടാവോ, അങ്ങനെയാണ് നാട്ടിലത്തെ പരിപാടിയൊക്കെ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുവാണെങ്കിൽ നമ്മുടെ ഇൻചാർജിലെ കോർഡിനേറ്റർ ചോദിക്കും നമ്മളോട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നിൻ്റെ സമയം കഴിഞ്ഞില്ലേ? കാരണം നമുക്കിവിടെ മണിക്കൂറിനുള്ള പൈസ. അപ്പം നമ്മൾ എത്ര നിൽക്കുന്നു നമുക്ക് അവർ പൈസ തന്നെ. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഹാൻഡ് ഓവർ കഴിഞ്ഞെങ്കിൽ നീ പോവുക, പെട്ടെന്ന് കൊടുക്കുക. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. സിക്ക് ലീവ് എടുക്കണതിന് പിന്നെ പറഞ്ഞു നമുക്ക് 3 ദിവസം വരെ സിക്ക് ലീവ് എടുക്കാം. ഒരു വിഷയമില്ല. ആരും നമ്മളോട് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നീ സിക്ക് ലീവ് എടുത്തത്. 100 ചോദ്യങ്ങളൊന്നും. നാട്ടിലാണെങ്കിൽ പിന്നെ ഒരു 550 ചോദ്യം ചോദിക്കും. എന്നാ പറയണ്ടേ, സിക്ക് ലീവ് എടുത്ത എന്തിനാ, അങ്ങനെ എപ്പോഴും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക. ഇവിടെ ആണെങ്കിൽ 3 ദിവസം വരെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാരണം പറയുകയൊന്നും വേണ്ട. എന്തുകൊണ്ട് വന്നില്ല അങ്ങനെ കാരണം പറയുന്നുണ്ട്, ഒരു വിഷയമില്ല. അങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സും ഉണ്ട്. പക്ഷേ അവർ നമ്മുടെ പുറകെ കിടന്ന് അങ്ങനെ ശല്യപ്പെടുത്തുമോ. പിന്നെ പറഞ്ഞാൽ നീ ആ ഗ്ലൗസ് എന്തുകൊണ്ടാണ് അവിടെ ഇട്ടത്, അങ്ങനെ ചെക്ക് ചെയ്യാൻ ആരും വരുത്തുണ്ട്. ഇവിടെ ആപ്പാടെ ഞാൻ കണ്ടേക്കണം 3 കേട്ടോ. ഒരു യെല്ലോ, പിന്നെ ഒരു ജനറൽ വേസ്റ്റ്, ഒരു ഷാർപ്പ്, പിന്നെ കുശ്മ കുന്നായ്മയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇംഗ്ലീഷുകാരും നമ്മളും മിക്സാണല്ലോ. അങ്ങനെ പരിപാടിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നാട്ടിലൊക്കെ ആണെങ്കിൽ അറിയാലോ, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു സെക്ഷൻ ചില നേഴ്സുമാരുണ്ട്. നമ്മുടെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനത്തെ ഇജാതി കുറേ മലങ്കൾട്ട് നേഴ്സുമാരുണ്ട്. ഒരു രക്ഷയില്ല. അവരെ കൊണ്ടാണ് ഒരു രക്ഷയില്ലാത്ത. ചുമ്മാ നമ്മളെ ഒരു പണിയില്ല. ഇപ്പം നാട്ടിൽ നേഴ്സുമാർ സഹിച്ച് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് എങ്ങനെയും പുറത്ത് കിടക്കുക. ആ ഒരു ദിവസത്തിനാണെങ്കിൽ സഹിച്ച് പിടിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ഇത് നമ്മളൊക്കെ എന്നെ തെറി പറഞ്ഞ് പോയേനെ. ഇവിടെ പിന്നെ ഗൾഫിലെ പോലെ സമ്പാദിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ജോലിയിലൊരു മനസ്സമാധാനം ഉണ്ട് കേട്ടോ. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ നിൽക്കണത്. ഞാനിപ്പോൾ വേറൊരു കൺട്രി മാറാൻ ഇപ്പം തൽക്കാലം നോക്കുന്നില്ല. ഇവിടെ ഇപ്പം ഹാപ്പിയാണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ അല്ലെങ്കിലോ, അതുകൊണ്ടാണ് അവിടെ നിൽക്കണത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഹാപ്പിയായിട്ട് ജീവിക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ.